വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്നാനി കർമ്മ റോഡ് പ്രത്യേക ഭക്ഷണ വെൻഡിംഗ് സോണായി മാറ്റുന്നതിന് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ PM സ്വനിധി ബീച്ച് ഫുഡ് സ്ട്രീറ്റ് പദ്ധതിയിൽ പൊന്നാനി നഗരസഭ ഇടം നേടി. പൊന്നാനിക്ക് പുറമെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, കൊച്ചി, കണ്ണൂർ, തൃശൂർ കോർപ്പറേഷനുകളും പാലക്കാട് നഗരസഭയുമാണ് പദ്ധതിയുടെ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഈ പദ്ധതിയിലൂടെ നിലവിൽ നിയമപരമായ സംരക്ഷണമില്ലാതെ കച്ചവടം നടത്തുന്ന 60-ലധികം പരമ്പരാഗത കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാനാണ് നഗരസഭയുടെ നീക്കം. 50 ഫുഡ് കിയോസ്കുകൾക്കുള്ള 4 കോടി സാമ്പത്തിക സഹായം ലഭ്യമാകും. പൊന്നാനി കർമ്മ റോഡിനെ മികച്ച ടൂറിസം ഫുഡ് സ്ട്രീറ്റ് ആക്കാൻ ഈ പദ്ധതി ഗുണം ചെയ്യും. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം പൊന്നാനി നഗരസഭാ കൗൺസിൽ ഐക്യകണ്ഠേന പദ്ധതിക്ക് അംഗീകാരം നൽകി. ജൂൺ 30-ന് DPR സമർപ്പിക്കും. 50 കിയോസ്കുകളാണ് നമുക്ക് സ്ഥാപിക്കാനായിട്ട് സാധിക്കുക. ഇതൊന്നും പെർമനന്റ് കൺസ്ട്രക്ഷൻ അല്ല, താൽക്കാലികമായി മാത്രം എപ്പോൾ വേണമെങ്കിലും എടുത്തു മാറ്റാവുന്ന ഒരു സ്പേസ് ആണ് നമുക്ക് ഇതിനായിട്ട് ഒരു കിയോസ്കുകളായിരിക്കണം നമ്മൾ ഉണ്ടാക്കേണ്ടത്. പരമാവധി 4 കോടി രൂപ വരെയാണ് നമുക്ക് അനുവദിക്കുക. അപ്പൊ നമ്മുടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടാസ്ക് എന്ന് പറയുന്നത് 30-ാം തീയതിക്ക് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു DPR സമർപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിന്റെ നമ്മൾ പ്രാഥമികമായിട്ടുള്ള ഒരു ചെറിയ ഇൻഫർമേഷൻ മാത്രമാണ് ഒരു മീറ്റിംഗിലെ ഡിസ്കഷനിൽ കൊടുത്തത്. ബഹുമാനപ്പെട്ട ചെയർപേഴ്സന്റെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെയൊക്കെ അംഗീകാരം മേടിച്ചിട്ടാണ് അന്ന് അവിടെ സംസാരിച്ചത്. പക്ഷെ നമുക്ക് രേഖാപരമായിട്ടൊരു DPR അടിയന്തരമായിട്ട് നമുക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. ലാൻഡ് കണ്ടെത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സുകൾ സമർപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ എസ്റ്റിമേറ്റ് കണക്കാക്കി കൃത്യമായി 30-ാം തീയതിക്ക് മുമ്പ് തന്നെ നമുക്ക് സമർപ്പിക്കേണ്ടത്. അപ്പൊ ഒരു വളരെ ചുരുങ്ങിയൊരു സമയത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർത്താൽ മാത്രമാണ് ഈ ഫണ്ട് ലഭ്യമാവുകയുള്ളൂ. 30-ാം തീയതിക്ക് ശേഷം ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല. കൃത്യമായി ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ അപേക്ഷ സമർപ്പിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കർമ്മ റോഡും പാലവും പദ്ധതിയുടെ ഭാഗമാകുന്നതോടെ വലിയ ജനസ്വീകാര്യതയ്ക്ക് വഴിവെക്കും. മികച്ച ഗുണനിലവാരത്തിലുള്ള പൊന്നാനിയുടെ തനത് പലഹാരങ്ങളുടെയും മത്സ്യവിഭവങ്ങളുടെയും വിപണന സാധ്യത വർദ്ധിക്കുന്നതിന് ഈ പദ്ധതി സഹായകമാകും. പദ്ധതിയുടെ ഭാഗമായി 2 ക്ലസ്റ്ററുകളിലായി 75 സെന്റ് സ്ഥലത്ത് 50 ആധുനിക സ്റ്റോളുകൾ ഉൾപ്പെടുന്ന ഫുഡ് ഹബ്ബാണ് വിഭാവനം ചെയ്യുന്നത്.